ഓം നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകപ്രശസ്ത സൈക്കിക്കും അതുപോലെ തന്നെ സ്പിരിച്വൽ ഹീലറുമായ മേരി ടി ബ്രൗൺ എന്ന വ്യക്തിയുടെ ഒരു പുസ്തകത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. മേരി ടി ബ്രൗൺ എന്നുള്ള പേര് പാരാസൈക്കോളജി വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട ഒരു പേരാണ്. ലോകപ്രശസ്ത മാഗസിൻസായ LA, അതുപോലെ തന്നെ വോഗ്, അതുപോലെ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയതിലെല്ലാം തന്നെ സ്ഥിരമായിട്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് മേരി ടി ബ്രൗൺ. ലോകമെമ്പാടും സ്പിരിച്വൽ ഹീലിംഗ് നടത്തിയ ധാരാളം കേസുകൾ പഠിച്ച, അതിന് മറുപടി കൊടുത്ത, ഒരുപാട് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച ഒരു സൈക്കിക്കാണ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സൈക്കിക്കാണ് മേരി ടി ബ്രൗൺ. അപ്പോൾ മേരി ടി ബ്രൗണിൻ്റെ ഒരു പുസ്തകമാണ് ഞാനിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ പേര് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്ത പുസ്തകം ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. ആ പുസ്തകത്തിൻ്റെ പേര് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നാണ്. റൈമണ്ട് എ മൂഡി എന്ന ആളിൻ്റേതാണ് ആ പുസ്തകം. ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന മേരി ടി ബ്രൗണിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലും ഫസ്റ്റ് ചാപ്റ്ററിലും പറയുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഭാഗത്തായിട്ട് മേരി ടി ബ്രൗൺ പറയുന്നു, ഐ വാസ് ബോൺ വിത്ത് എ സൈക്കിക് ഗിഫ്റ്റ്. ഞാൻ ജനിച്ചത് തന്നെ ഒരു സൈക്കിക് ഗിഫ്റ്റുമായിട്ടാണെന്നാണ്. അപ്പോൾ സൈക്കിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ESP ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്ന അതീന്ദ്രിയമായ ജ്ഞാനം ഉള്ള എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? സൈക്കിക് എന്നുള്ള പദം സൈക്കഡലിക്കായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സൈക്കിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള അതീന്ദ്രിയമായ കഴിവുകളുള്ള എന്നുള്ള അർത്ഥമാണ്. ക്ലെയർ വോയൻസും അതുപോലെ തന്നെ ക്ലെയർ ഓഡിയൻസും ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കഴിവുകളുള്ള, സിദ്ധികളുള്ള ആളുകളെയാണ് നമ്മൾ സൈക്കിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹാഡ് മൈ ഫസ്റ്റ് സൈക്കിക് എക്സ്പീരിയൻസ് വെൻ ഐ വാസ് 7 years old. മേരി ടി ബ്രൗൺ പറയുന്നത് തൻ്റെ ആദ്യത്തെ സൈക്കിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണെന്നാണ്. അറ്റ് ദാറ്റ് ഏജ് ഐ സോ ദ സ്പിരിറ്റ് ഓഫ് എ വുമൺ ഹു വാസ് സോ കോൾഡ് ഡെഡ്. ദിസ് എക്സ്പീരിയൻസ് സീംഡ് പെർഫെക്റ്റ്ലി നോർമൽ ആൻഡ് നോട്ട് അറ്റ് ഓൾ ഫ്രൈറ്റനിങ് ടു മീ. ഇപ്പം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ രൂപം കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപം ഇങ്ങനെ കണ്ടപ്പോൾ സാധാരണ ആളുകൾ പേടിച്ചു പോകും, പക്ഷേ ഇവർക്ക് ഭയമല്ല ഉണ്ടായത് എന്നുള്ളതാണ്. ഐ ടോൾഡ് മൈ ഗ്രാൻഡ്സ് വാട്ട് ഐ ഹാഡ് വിറ്റ്നസ്ഡ്. ഐ വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് വെൻ ഷീ വാണ്ടഡ് മീ നോട്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ഇവൻറ്റ്. ഷീ എക്സ്പ്ലെയിൻഡ് ദാറ്റ് പീപ്പിൾ ക്യാൻ ബി ഫ്രൈറ്റൻഡ് ഓഫ് തിങ്സ് ദേ കോണ്ട് സീ. ഷീ വെൻറ്റ് ഓൺ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഐ ഹാഡ് എ വെരി സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻഡ് ദാറ്റ് ഐ ഹാഡ് ബീൻ ബ്ലെസ്ഡ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എൻ്റെ ഗ്രാൻഡ് മദർ ആയിരുന്ന ഗ്രേസ് എന്നോട് പറഞ്ഞത്, ഈ ഒരു എക്സ്പീരിയൻസ് തൽക്കാലം ആരോടും പറയണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ടാണ് അത് പറയേണ്ട എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കാര്യം പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളിൽ അതൊരു തരം സസ്പീഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്, അല്ലെ, ഒരു വല്ലാത്ത സംശയം ഉണ്ടാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, പല ആളുകളും തന്നെ അവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ അവർ വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നോർമലി ഷി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ. അതുകൊണ്ട് പറഞ്ഞു, പക്ഷേ യു ആർ എ ബ്ലെസ്ഡ് ഗേൾ, അല്ലെ, ആ ഗ്രാൻഡ്മ പറഞ്ഞു, യു ആർ എ ബ്ലെസ്ഡ് ഗേൾ ബിക്കോസ് നിനക്ക് ആ ഒരു സൈക്കിക് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് ആ ഗ്രാൻഡ് മദർ പറഞ്ഞു എന്നാണ് അവരിവിടെ ഓർമ്മിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് മനോജ് നൈറ്റ് ശ്യാമൾ എന്ന പേരുള്ള മലയാളി വേരുകളുള്ള ഒരു അമേരിക്കൻ ഫിലിം മേക്കറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ദ സിക്സ് സെൻസ് എന്ന് പറയുന്ന സിനിമ ഹോളിവുഡിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിലും യഥാർത്ഥത്തിൽ പറയുന്നത് സൈക്കിക് കപ്പാസിറ്റീസ് ഉള്ള ഒരു ബോയിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെക്കുറിച്ചാണ് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഈ 7 വയസ്സെന്ന് പറയുന്നത് സാധാരണ ഈ സ്പിരിച്വൽ സയൻസിൽ വളരെ പ്രാധാന്യമുള്ളൊരു പ്രായമായിട്ട് പറയപ്പെടുന്നു. കാരണം ഡിവിനിറ്റി എന്ന് പറയുന്നത്, നമ്മളിലുള്ള ഡിവിനിറ്റി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഈ പറയുന്ന ഭൗതികമായ ലോകത്തിലേക്ക് എന്താ പറയുക, നിമഗ്നമാകുന്ന, അല്ലെങ്കിൽ ആമഗ്നമാകുന്ന, അല്ലെങ്കിൽ ഇഴുകിച്ചേരുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് 7 വയസ്സ് പ്രായമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് കുമാരഭാവം യഥാർത്ഥത്തിൽ പൂർണ്ണതയിൽ നിൽക്കുന്നൊരു പ്രായമാണ് 7 വയസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രായം എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയപ്പെടുന്നു സ്പിരിച്വൽ സയൻസ്. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പറയുന്നത് ട്രാൻസിഷൻ എന്നാണ് അതിൻ്റെ പേര്. ദ വൺ ഇന്നെവിറ്റബിൾ ഫാക്ട് ഇൻ അവർ ലൈഫ്സ് ഈസ് ദാറ്റ് വി വിൽ ഡൈ. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും
ഒഴിവാക്കാൻ കഴിയാത്ത, ഇനെവിറ്റബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, അൺഅവോയ്ഡബിൾ ആയ ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവർക്കും നമുക്ക് കാത്തിരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ സെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്ന മരണം മാത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പറയുന്നു, ഐ പ്രിഫർ ടു സേ പാസ് ഓവർ ഫ്രം ദ ഫിസിക്കൽ വേൾഡ് ടു ദ സ്പിരിറ്റ് വേൾഡ് ഓർ ആസ്ട്രൽ പ്ലെയിൻ. അപ്പോൾ അവരതിനെ പറയുന്നത് പാസ് ഓവർ എന്നാണ് പറയുന്നത്. മരണം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ഫുൾ സ്റ്റോപ്പാണ്, ഒരു എൻഡാണ്, അല്ലെങ്കിൽ ഒരു അവസാനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ അവർ പറയുന്നത് പാസ് ഓവർ ആണെന്നാണ്. അതായത് നമ്മളീ കാണുന്ന ഭൗതികമായ ലോകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഒരു സ്പിരിറ്റ് വേൾഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ആസ്ട്രൽ പ്ലെയിനിലേക്ക് നമ്മൾ പോകുന്നു, അല്ലേ? ഭൗതികമായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാണ്, ഒരു അതിഭൗതികതയുടെ തലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അഭൗമമായ മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നാണ് ഇവിടെ മേരി ടി ബ്രൗൺ പറയുന്നതാണ്. ദ ട്രാൻസിഷൻ ഫ്രം ദ ഫിസിക്കൽ റെലം ടു ദ സ്പിരിറ്റ് ഈസ് നോട്ട് ആൻ എൻഡിങ്. അപ്പോൾ അവിടെ ഈ ഫിസിക്കൽ വേൾഡിൽ നിന്ന്, ഭൗതികമായ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു തലത്തിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് അതൊരു അവസാനമല്ല എന്നാണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ടു അനദർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. അപ്പോൾ അവർ പറയുന്നു, വളരെ മനോഹരമായിട്ട് പറയുന്നു, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡല്ല. ഇവിടെ മേരി ടി ബ്രൗൺ തുടരുന്നു, തിങ്ക് അബൌട്ട് ഇറ്റ്. How many hours a day do we spend taking care of our bodies? We must feed them, wash them, make memory to house them, clothe them, and so on. Sleep alone takes us a quarter of our earthly time. If we do not take proper care of our bodies, they start to break down. Illness then inverts them, and it can take a great deal of time and energy to repair the damage. The body is a divine machine, a machine so complex that mankind is still learning ways to keep it functioning properly. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ദിവസം എത്ര സമയമാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിന് വേണ്ടി ചിലവഴിക്കുന്നതെന്നാണ്, അല്ലേ? ശരീരത്തിന് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു? അതിനെ നമ്മൾ കുളിപ്പിക്കുന്നു, അതിന് ആഹാരം കൊടുക്കുന്നു, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീനാണ്, ഒരു ഡിവൈൻ മെഷീനാണെന്നാണ് പറയുന്നതെന്നാണ്, അല്ലേ? അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യുന്നു എന്നാണ്, അതിനെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫിസിക്കൽ ലൈഫ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദ സാൻസ്ക്രിറ്റ് വേർഡ് മായ. പക്ഷേ അവർ ഉടൻ തന്നെ പറയുന്നു, നമ്മൾ ഈ ഫിസിക്കലായുള്ള ശരീരത്തിനെ, അല്ലെങ്കിൽ ഭൗതികമായ ഈ ശരീരത്തിനെ നമ്മൾ കൂടുതൽ സംരക്ഷിക്കുന്നതിനും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള മായ എന്ന് പറയുന്ന പദത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് മേരി ടി ബ്രൗൺ പറയുന്നു. വിച്ച് മീൻസ് ഇല്യൂഷൻ. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്യൂഷനാണ്, മിഥ്യയാണ്, അല്ലേ? ഇല്ലാത്ത ഒരെണ്ണം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ മിഥ്യ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. Hindu philosophy teaches that reality is all that is indestructible and eternal. ഹിന്ദു ഫിലോസഫി പറയുന്നത് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തതും അനശ്വരമായിട്ടുള്ളതുമായ എന്താണോ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് എന്താണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതാണ് സത്യം, അതാണ് ഉന്മ എന്ന് പറയുന്നു. ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താണ്? മായയാണെന്ന് പറയുന്നു, അല്ലേ? ഇപ്പോൾ എവറിത്തിങ് ദാറ്റ് ഈസ് ചേഞ്ചബിൾ ആൻഡ് സബ്ജക്റ്റ് ടു ഡീക്കേ ആൻഡ് ഹാസ് എ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഈസ് പെർസീവ്ഡ് ആസ് മായ. അപ്പോൾ നശിപ്പിക്കപ്പെടുന്നതും ചേഞ്ച് ചെയ്യപ്പെടുന്നതും പല രൂപങ്ങളിലേക്ക് മാറപ്പെടുന്നതും അതുപോലെ തന്നെ ഒരു ബിഗിനിങ് ഉള്ളതും അതുപോലെ തന്നെ എൻഡിങ് ഉള്ളതുമായ എല്ലാ സാധനങ്ങളും മായയാണ് എന്ന് ഹിന്ദു മിത്തോളജി പറയുന്നു, ഹിന്ദു ഫിലോസഫി പറയുന്നു. സിൻസ് വി നോ ദാറ്റ് ഈച്ച് എർത്ത് ലൈഫ് ഈസ് എ ടെമ്പററി, ഇറ്റ് ഫോളോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റിയൽ. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും എന്ന് പറഞ്ഞാൽ ട്രാൻഷ്യൻ്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? ഒരു കടൽക്കരയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ അവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ തരത്തിലുള്ള പാദമുദ്രകൾ ഉണ്ടാക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ പാദമുദ്രകൾ എന്ത് ചെയ്യുന്നു? മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ കടൽ വെള്ളം അത് മാച്ച് കളയുന്നതായിട്ട് കാണാം. ഈ കാലം എന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്നാണ്? എല്ലാ പാദമുദ്രകളെയും ഇല്ലാതാക്കി കളയുന്നു, അല്ലെങ്കിൽ മായ്ച്ച് കളയുന്നു. അതുകൊണ്ട് തന്നെ എർത്തുലി ലൈഫ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് മായ എന്നാണ്. സിംപ്ലി തിങ്സ് ആർ നോട്ട് ഓൾവേസ് ആസ് ദേ സീം ടു ബി. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല, അത് അങ്ങനെ അല്ല എന്നുള്ളതാണ്. പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളൊരു ആനയെ കാണുമ്പോൾ ആനയുടെ നിറം, വലിപ്പം തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു, അല്ലേ? മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ഉറുമ്പ് അതിൻ്റെ കണ്ണുകൾ വെച്ച് ഒരു ആനയെ കാണുന്നത് ഏത് വലിപ്പത്തിലായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ആപേക്ഷികത എന്ന് പറയുന്ന ഒരു സംഗതി കടന്നു വരുന്നു, അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് റിയൽ, ഏതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് വിളിക്കുന്നതെന്നാണ്. A Chinese proverb warns us not to judge the house by its beautiful paint job. The external illusion leads us to believe that we will find a stable foundation. Experience teaches us that this is not true.
അപ്പോൾ ഒരു ചൈനീസ് പ്രോവർബിൽ പറയുന്നുണ്ട്, മനോഹരമായിട്ട് പുറംമോടിയുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ട് പെയിൻറ് ചെയ്ത ചിത്രപ്പണികൾ ചെയ്ത ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ വീട് നല്ല ഉറപ്പുള്ളൊരു വീടാണ്, നല്ല ഫൗണ്ടേഷനുള്ള വീടാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ അത് അങ്ങനെ ആകണമെന്ന് ഇല്ല എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ എക്സ്പീരിയൻസസ് ടീച്ചസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ട്രൂ. മിസ്റ്റേക്കിംഗ് ദ ഫാക്ട് ഫോർ റിയാലിറ്റി, വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മായ. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ യാഥാർത്ഥ്യത്തിൻ്റെതായ ഒരു മൂടുപടം അല്ലേ, നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആ മൂടുപടം മാറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അത് മായയുടെ ഒരു സ്റ്റേറ്റാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന ഒന്നും ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ബിലീവിങ് ദാറ്റ് ഫിസിക്കൽ ലൈഫ് is the only form of existence is an illusion. Believing that a physical life is the only form of existence is an illusion. അപ്പോൾ ഭൗതികമായുള്ള ഈ നിലനിൽപ്പ് മാത്രമാണ് ശരി, എക്സിസ്റ്റൻഷ്യലിസത്തിൽ മാത്രം വിശ്വസിക്കുന്നതാണ് ശരി എന്നുള്ള ധാരണ മായയാണ് അല്ലെങ്കിൽ ഇല്യൂഷനാണ് എന്ന് തൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മേരി ടി ബ്രൗൺ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. തിങ്കിങ് ദാറ്റ് വി ആർ ഡെഡ് വൺസ് ഫിസിക്കൽ ലൈഫ് എൻഡ്സ് ഈസ് ആൻ അൾട്ടിമേറ്റ് ഇല്യൂഷൻ. മേരി ടി ബ്രൗൺ പറയുന്നത് അപ്പോൾ നമ്മുടെ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു എന്നുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും അതൊരു ഇല്യൂഷനാണ്, അതൊരു തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ശാസ്ത്രത്തിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശാസ്ത്രത്തിൻ്റെ പല തിയറീസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്നൊരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സമാശ്വാസം തരുന്നത് എന്നുള്ളതാണ് അല്ലേ. ജീവിതം എന്ന് പറയുന്നത് അവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റേതായ നൈരന്തര്യങ്ങളുണ്ട്, അതിൻ്റേതായ തുടർച്ചകളുണ്ട്, നമുക്കൊരുപാട് സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല അല്ലേ. നമ്മുടെ ചുറ്റാകുള്ള ഒരാൾ വളരെയേറെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ വളരെയേറെ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ എപ്രകാരത്തിലാണ് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ സന്തോഷിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ കാണുന്ന ഈ കാഴ്ചകൾക്കെല്ലാം തന്നെ പിറകിൽ നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായ ചില അദൃശ്യമായ ബന്ധങ്ങളുണ്ട്, ചില അദൃശ്യമായ ശക്തികളുണ്ട്, അദൃശ്യമായ ചില ഘടകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിനെ കുറച്ചുകൂടി സരളമായിട്ട്, കുറച്ചുകൂടി ലളിതമായിട്ട്, കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകവുമായി ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ പുസ്തകങ്ങളൊക്കെ താല്പര്യമുള്ളവർ വായിക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ കോപ്പി വായിക്കുക. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ടു ഫൈൻഡ് ദ ട്രൂത്ത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും സമഗ്രമായ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു വെരി മച്ച്.